ഹലോ സുന്ദരികളെ സുന്ദരന്മാരെ, ഞാൻ ഇതാ വീണ്ടും എത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് തലയിൽ ഓയിൽ തേക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏത് ഓയിലാണെന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞിട്ടില്ല. അതുപോലെ ഞാൻ ഏത് താളി ഉപയോഗിച്ചാണ് മുടി കഴുകിയതെന്നും പറഞ്ഞു കഴിഞ്ഞു. ചെമ്പരത്തി താളി. ഇന്ന് നമുക്ക് താളിയെ പറ്റിയാകാം. ചെമ്പരത്തി താളി സാധാരണ മുടിക്ക് കനം കുറഞ്ഞ മുടി, അതായത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മുടിക്ക്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുടികൾക്ക്, അധികം എണ്ണമെഴുക്ക് ഇല്ലാത്ത മുടികൾക്ക്, അധികം പറന്നിരിക്കുന്ന തരം മുടികളുണ്ടല്ലോ, അങ്ങനെ, അതായത് ഒട്ടും ഒരു ഓയിൽ പുരട്ടിയില്ലെങ്കിൽ ആ മുടി ഒരുപാട് പറക്കും, ഒരുപാട് മുടിക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള മുടിക്കാണ് ചെമ്പരത്തിത്താളി. വളരെ മൈൽഡാണ് ചെമ്പരത്തിത്താളി. കൊച്ചു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം ചെമ്പരത്തിത്താളി. പക്ഷേ അധികം സമയം ഉപയോഗിക്കരുത്. തലയിൽ ഒരു 2 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട, തണുപ്പുള്ളതാണ്. എന്നാലും നമ്മൾ ചെമ്പരത്തിത്താളിയുടെ കൂടെ വേണേൽ കഞ്ഞിവെള്ളമൊക്കെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അത്രയും തണുപ്പ് വരികയില്ല. നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാനും കഴിയും. ഒരുപാട് എണ്ണമെഴുക്ക് തലമുടിയിൽ നിന്ന് പോവുകയില്ല. നല്ല മിനുസമായിട്ടും നല്ല അത്യാവശ്യം എണ്ണമയത്തോടുകൂടി, അല്ലെങ്കിൽ അത്യാവശ്യം മോയ്സ്ചറൈസറുള്ള ഒരു രീതിയിലേക്ക് മുടി മാറ്റിയെടുക്കാം. പിന്നെ അടുത്ത ഒരു താളിയെപ്പറ്റി പറയുന്നത് വെള്ളിലത്താളിയാണ്. വെള്ളിലത്താളി അമ്മ കറമ്പി മകൾ വെളുമ്പി മകളുടെ മകൾ അതിസുന്ദരി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാണ് വെള്ളിലത്താളി. അത് എപ്പോഴും നമ്മൾ പച്ച ഇലകളാണ് താളിക്കായിട്ട് ഉപയോഗിക്കുന്നതെങ്കിലും വെള്ള ഇലകളും നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. നന്നായിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ വൃത്തിയാക്കിയ വെള്ളിലത്താളിയുടെ ഇല അതിലേക്കിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ചൂട് ആറി വരുമ്പോൾ അത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം. വെള്ളിലത്താളി സാധാരണ ഏറ്റവും കൂടുതൽ കാണുന്നത് വേനൽക്കാലത്താണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. ഓരോ സമയത്തും ഉണ്ടാകുന്ന ഫലങ്ങൾ അതാത് സമയത്തെ ആവശ്യത്തിന് വേണ്ടിയാണ് പ്രകൃതി നിലനിർത്തുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു താളിയാണ് വെള്ളിലത്താളി. മുടി കൊഴിച്ചിലിനും ഒക്കെ വളരെ നല്ലതാണ്. താളിയുടെ കൂടെ ഞാൻ പാക്കും കൂടെ ആഡ് ചെയ്ത് പറയട്ടോ. വെള്ളിലത്താളി പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് തൈര്, കഞ്ഞിവെള്ളം ഒക്കെ ചേർത്ത് അരച്ച്, വെള്ളം ചേർക്കണ്ട, അത് തിളപ്പിക്കേണ്ട. വെള്ളിലത്താളി നേരിട്ട് അരയ്ക്കുമ്പോൾ തൈരും കഞ്ഞിവെള്ളവും തേച്ച് ഉപയോഗിച്ച് അരച്ചെടുക്കുക. അത്യാവശ്യം ഇഡലി മാവിൻ്റെ പരുവമായി ആ രീതിയിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. അതിന് ശേഷം അത് തലയോട്ടിയിലും തലമുടിയിലും പുരട്ടി 15-20 മിനിറ്റിന് ശേഷം കഴുകിയെടുക്കാം. ഇതാണ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതും മുടി വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും ഉത്തമമാണ്. ഇനിയും പാടത്താളി, അത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ റോഡ് സൈഡുകളിലും മതിലേലും മരത്തേലും ഒക്കെ ഇത് വളർന്ന് മുകളിലേക്ക് കയറുന്നതാണ്. കുപ്പയിലുണ്ടാകുന്ന ഒരു സംഗതിയാണ്, പക്ഷേ അതിൻ്റെ ഉപയോഗം വളരെ വലുതാണ്. ഇതിൻ്റെ നീരെടുത്ത് നമ്മൾ ഞെരടി പിഴിഞ്ഞ്, വെള്ളത്തിൽ ഞെരടി പിഴിഞ്ഞെടുക്കുന്ന നീര് ഒരല്പം വെള്ളം ചേർത്ത് ഒരു പാത്രത്തിൽ ഒരു 1/2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ജെല്ലി പോലെ ഇങ്ങനെ ഇരുന്ന് ആടുന്ന കാണാം. പച്ച നിറത്തിലുള്ള ജെല്ലിയാവും. ഈ ജെല്ലി ഉപയോഗിച്ചാണ് തല കഴുകേണ്ടത്. പാടത്താളിയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറിയാസിസ് പോലുള്ള താരൻ, കട്ടി പിടിച്ച ഓയിലി ഡ്രാൻഡ്രഫ്, മാറാത്ത താരനുള്ളവർക്ക് പാടത്താളി ഉപയോഗിച്ച് കഴുകിയാൽ നിശേഷം മാറുന്നതാണ്. കുട്ടികൾക്ക് ഇതിൻ്റെ പാടത്താളി ചേർത്തിട്ടുള്ള ഓയിൽ വളരെ നല്ലതാണ്. ദേഹത്ത് കരപ്പന, ചൊറിച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാൻ സോറിയാസിസിനും ഈ ഓയിൽ പുരട്ടുന്നത് നല്ലതാണ്. അതിട്ട്
അരച്ച് ചേർത്ത ഓയിൽ ഉപയോഗിക്കുമ്പോൾ. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താളിയാണ് ചീവയ്ക്കാത്താളി. ചീവയ്ക്കായ്ക്ക് പതയുമില്ല. പൊതുവേ താളികൾക്കൊന്നും സോപ്പോ ഷാമ്പൂ ഉപയോഗിക്കുന്ന പോലെ പതഞ്ഞു വരില്ല, മൈൽഡ് പതയുള്ളൂ. പക്ഷേ ചീവയ്ക്കായ്ക്ക് അത്രയും പോലും പതയില്ല. അതിനകത്ത് വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്. എല്ലാം കൊണ്ടും നമ്മുടെ നാട്ടിലധികം കാണാൻ കിട്ടുന്നില്ല. തമിഴ്നാട്ടിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഒരു വള്ളിച്ചെടിയാണ്, അതിലുണ്ടാകുന്നതാണ്. ഈ നരവരിയെന്നോ അങ്ങോട്ടൊക്കെ പറയും അതിന്, ചീവയ്ക്കായ്ക്ക്. ആ ചീവയ്ക്ക ഒരു 8 ചീവയ്ക്കായും അതിൻ്റെ കൂടെ പതയാൻ വേണ്ടി, അതിനും പതയാനും ഗുണം കൂട്ടാനും ഒരു 10-12 റീത്ത, അത് ഉറുവഞ്ചി എന്ന് പറയത്തില്ലേ, അതൊക്കെ നമുക്ക് ആയുർവേദ അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതും ഒരു 2 ടീസ്പൂണ് ഉലുവായ, പിന്നെ ഉണങ്ങിയ നെല്ലിക്ക, അതും ആയുർവേദ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്ത് 1 ലിറ്റർ വെള്ളത്തിൽ രാത്രി കുതുക്കാൻ വയ്ക്കുക. എന്നിട്ട് പിറ്റേന്ന് അത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ബ്രൗൺ നിറമാകുന്നവിടം വരെ, കടുത്ത തവിട്ട് നിറമാകുന്നത് വരെ തിളപ്പിച്ച് തണുക്കുമ്പോൾ അരിച്ചെടുത്ത് കുപ്പിയിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കാം, കുറച്ച് നാൾ ഇരിക്കും. അതാണ് നമ്മൾ ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ മൈലാഞ്ചി പൊടിയും തൈരും ചീവയ്ക്കാപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് പാക്കായിട്ടും ഉപയോഗിക്കാം. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് വലിച്ചാൽ മുടി പൊട്ടിപ്പോകാത്ത രീതിയിൽ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ് കൂടുതലുള്ള അറ്റം ഇങ്ങനെ പുലർന്ന തരം മുടികൾക്കാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത്. നര വരാതിരിക്കാൻ നല്ലതാണ്. അത്യാവശ്യം ആഹാരം ശരിക്ക് വേണ്ട, മുടിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ തലയിൽ പേനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൊറിച്ചിലോട് കൂടിയ താരനുണ്ടെങ്കിൽ അത് മാറാനും ഈ താളി തന്നെയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഈ പാക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സന്തോഷമായി സമാധാനമായിട്ട് ഇരിക്കുക. ഓക്കേ.